Hi guys! Welcome back to our channel SVP Dudes. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ട്യൂബ് അക്വേറിയമാണ്. അപ്പോൾ എല്ലാവരെയും വീട്ടിലുണ്ടാവും ഒരു കേടായ ട്യൂബ്. അത് വെച്ച് നമുക്ക് എങ്ങനെ അക്വേറിയം ഉണ്ടാക്കാമെന്ന് നോക്കണത്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് നമുക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ ഈ ട്യൂബിൻ്റെ ടോപ്പ് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഒരു പ്ലെയർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ അറ്റത്തുള്ള 2 പിന്ന് ജസ്റ്റ് ഒന്ന് ഊരിയെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കണം. ഇത് നല്ല കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം ട്യൂബ് ഭയങ്കര തിന്നാണ്, അപ്പോൾ പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അധികം പ്രഷർ കൊടുക്കാണ്ട് ചെയ്യാൻ സൂക്ഷിക്കുക. നമുക്ക് ഈ ട്യൂബിലെ മെർക്കുറി കോട്ടിങ് കളയാനായിട്ട് ഇതിലേക്ക് മണ്ണ് ആഡ് ചെയ്ത് കൊടുക്കുക. മണ്ണും വെള്ളവും യൂസ് ചെയ്തിട്ട് നല്ലോണം ഷെയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിലെ മെർക്കുറി കോട്ടിങ് കളയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം നമുക്ക്. ട്യൂബ് നല്ലോണം ഒന്ന് ഇനി കഴുകിയെടുക്കുക. അതിലെ മണ്ണൊക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അഴുക്കൊന്നും ഇല്ലാണ്ട് നല്ലോണം ആ മണ്ണൊക്കെ കളയണം. അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടുത്ത വർക്ക് എന്ന് വെച്ചാൽ നമുക്ക് ആ ട്യൂബിൻ്റെ ഓപ്പണാക്കി അറ്റത്ത് വെക്കാനായിട്ട് ഒരു ടോപ്പ് വേണം. അതിന് വേണ്ടി നമ്മൾ ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരറ്റം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. അപ്പോൾ അളവൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള അളവ് എടുത്തിട്ട് അവിടെ ആ ട്യൂബിൻ്റെ ഭാഗത്തിൽ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് ഓപ്പൺ ആക്കാം സിമ്പിളായിട്ട്. അതിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. നമുക്ക് ആ മുറിച്ചെടുത്ത പോർഷൻ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ കറക്റ്റ് ഒന്ന് ആ പൊസിഷനിലൊന്ന് ട്യൂബിലോട്ടൊന്ന് കറക്റ്റായിട്ട് വെക്കാൻ വേണ്ടിയാണ്. അതുമാത്രമല്ല അതിൻ്റെ ഷാർപ്നെസ് നമുക്കപ്പോൾ പോയി കിട്ടും. ഷാർപ്നെസ്സിന് ഈ ട്യൂബ് പൊട്ടാൻ സാധ്യതയുണ്ട്. ഒന്ന് സൂക്ഷിച്ചിട്ട് അത് ചെയ്യാം.
ടോപ്പൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല വെള്ളം ഒഴിക്കുക. അപ്പോൾ അതിലോട്ട് നമുക്കിനി മീൻ ഇടാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി വെള്ളം ഫില്ല് ചെയ്ത് കൊടുക്കുക. കുറച്ച് മീൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ മീനെ അതിലോട്ട് നമുക്ക് ഇടണം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഫൈനൽ സ്റ്റേജാണ്. നമുക്കിനി ആ ട്യൂബ് നമ്മൾ സെറ്റാക്കി വെച്ചാണ് ട്യൂബിലോട്ട് നമ്മുടെ മീനുകൾ അങ്ങനെ ഇടാം.